ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റിഞ്ചാസ് കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ തോട്ടത്തിൽ പോയ വിശേഷങ്ങളാണ്. അത് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. തോട്ടത്തിൽ പോകുമ്പോൾ നമുക്ക് വലിയവർക്കായാലും കുട്ടികൾക്കായാലും ഒരു ഊട്ടിയിലോ എവിടെയെങ്കിലും പോകുന്നൊരു ഫീലാണ്. എന്താണെന്ന് വെച്ചാൽ പട്ടണത്തിൽ നിന്നും മലയോര പ്രദേശത്തല്ലേ നമ്മൾ പോകുന്നത്. അവിടെയുള്ള തണുപ്പും ഇതും അവിടുത്തെ കാലാവസ്ഥയെല്ലാം ഒരു വെറൈറ്റി തന്നെയാണ്. അങ്ങനെ 2 ദിവസം അവിടെ താമസിക്കാൻ തന്നെയാണ് ഇപ്രാവശ്യം പോയത്. പോകുമ്പോൾ ഒരു ചെറിയ ഫ്രിഡ്ജും വാങ്ങിയിട്ടാണ് പോയത്. അവിടെ പോയാൽ മത്സ്യങ്ങളൊന്നും അങ്ങനെ കിട്ടുകയില്ല, പിന്നെ കോഴിയോ ഇറച്ചിയോ ഒന്നും തന്നെ കിട്ടുകയില്ല, വെജിറ്റബിളും അങ്ങനെയൊന്നും കിട്ടുകയില്ല. പിന്നെ നമ്മൾ തന്നെ തോട്ടത്തിൽ ഉണ്ടാക്കിയ വെജിറ്റബിൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പച്ചമുളക്, തക്കാളി, കൈപ്പക്ക, വെണ്ടക്ക അതെല്ലാം നമ്മൾ തോട്ടത്തിൽ തന്നെ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന എന്ത് സാധനമായാലും അത് വേറെ തന്നെ ടേസ്റ്റ് അല്ലേ. ആ വെജിറ്റബിളെല്ലാം നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പോയത്. ഇഡ്ഡലിയും ചട്നിയുമാണ് ഉണ്ടാക്കിയത്. അവിടെ പോയതിന് ശേഷം വേഗം ഉച്ചക്കുള്ള ലഞ്ച് തയ്യാറാക്കി. നമ്മൾ പോകുമ്പോൾ തന്നെ ബീഫ് കൊണ്ടുപോയിരുന്നു. നാട്ടിൽ നിന്ന് തന്നെ ബീഫ് വാങ്ങിയിട്ടാണ് നമ്മൾ പോയത്. വിറകടുപ്പിലുണ്ടാക്കിയ ബീഫ് കറിയും സാദാ ചോറുമാണ് ഉണ്ടാക്കിയത്. ബീഫ് വേഗം തന്നെ മുറിച്ചെടുത്തു. ഉള്ളിയും തക്കാളിയെല്ലാം അരിഞ്ഞു. വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും മിക്സിയിലടിച്ചെടുത്തു. അങ്ങനെ വിറകടുപ്പിൽ തന്നെ വേഗം ബീഫ് കറി ഉണ്ടാക്കി. അടുപ്പത്ത് തന്നെ വേഗം സാദാ ചോറും ഉണ്ടാക്കി. വിറകടുപ്പിൽ ഉണ്ടാക്കിയത് കൊണ്ട് ബീഫ് കറിക്ക് പ്രത്യേകം ടേസ്റ്റായിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ അടുത്ത് തന്നെയുള്ള ഒരു നഴ്സറി, ഒരു ഗാർഡൻ സന്ദർശിക്കാൻ വേണ്ടി പോയി. അവിടെ നിന്ന് കുറച്ച് കവുങ്ങ് വാങ്ങാൻ വേണ്ടി പോയി. നമ്മൾ പോകുന്നതിന് കുറച്ച് ദിവസം മുന്നേ തന്നെ കവുങ്ങ് നടാൻ വേണ്ടി കുഴിയെല്ലാം എടുത്തിരുന്നു. അതിന് അടിവളമായി ആട്ടിൻകാട്ടമാണ് ഇട്ടത്. അവിടെ ഗോട്ട് ഫാം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇഷ്ടം പോലെ ആട്ടിൻകാഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കോഴിവളവും ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് കവുങ്ങ് നട്ടത്. കുഴിയെടുത്ത് അതിൽ അടിവളമായി ആട്ടിൻകാട്ടമിട്ട് അതിൽ കവുങ്ങ് വെച്ച് അതിൻ്റെ മേലെ കുറച്ച് പച്ചിലകളും കൊത്തി ഇട്ടു. അങ്ങനെ എല്ലാ കവുങ്ങും നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ നട്ടിരുന്നു. അവിടെ പുൽകൃഷി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കിടയ്ക്കാണ് കവുങ്ങ് നട്ടു കൊടുത്തത്. നമ്മൾ പോയ നേഴ്സറിയിലെല്ലാം ഉണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ ചെടികൾ, മത്സ്യങ്ങൾ, കോഴികൾ, പ്രാവുകൾ എല്ലാം ഉണ്ടായിരുന്നു. ലവ് ബേർഡ്സ്. നമ്മൾ കുറച്ച് ചെടികൾ വീട്ടിലേക്ക് വാങ്ങിയിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ചെടികൾ വാങ്ങാൻ വേണ്ടി പോകണമെന്ന് വിചാരിക്കുന്നു. നല്ല നല്ല ബ്യൂട്ടിഫുൾ ചെടികളുണ്ട്. പൂക്കളുള്ള ചെടികൾ നമുക്കെല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അതേപോലെ തന്നെ എല്ലാ ചെടികളുമുണ്ട്. നന്നായി ഇഷ്ടപ്പെട്ടു. നമ്മുടെ തോട്ടത്തിലെ കപ്പ കൃഷിയാണിത്, കണ്ടോ. കുറേ കവുങ്ങ് വാങ്ങിയിരുന്നു. അങ്ങനെ കവുങ്ങെല്ലാം വാങ്ങി നമ്മൾ തിരിച്ചു വന്നു. ഇപ്പോൾ ഫാമിൽ കുറച്ച് മലബാരി ആടുകൾ മാത്രമേ ഉള്ളൂ, കുറച്ച് നാടൻ കോഴികളും. എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക, സപ്പോർട്ട് ചെയ്യുക.